കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാമത്തെ അധ്യായമാണ് കർമ്മയോഗം. കർമ്മയോഗയിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ കർമ്മം ചെയ്യേണ്ടുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് ഒരാൾ അവൻ്റെ കർമ്മം ചെയ്യണം എന്നതാണ് പറയുന്നത്. ഇവിടെ അർജുനൻ്റെ കർമ്മം എന്താണോ അത് ചെയ്യുക, നമ്മളെല്ലാവരും നമുക്ക് പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുക. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. 24 ശ്ലോകങ്ങൾ വരെ നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 25-ാമത്തെ ശ്ലോകമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ യുക്തിവാദി ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം പലപ്പോഴും യുക്തി കൊണ്ട് ചിന്തിക്കുകയും നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഈശ്വരനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. കർമ്മം ചെയ്യണം, ജോലി ചെയ്യണം, ജോലി ചെയ്യാതെ ഏകാദശി എടുത്തതുകൊണ്ടോ നാമം ജപിച്ചതുകൊണ്ടോ സന്യസിച്ചുകൊണ്ടോ ഒരു കാര്യവുമില്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭഗവാനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അദ്ദേഹം അത് നമുക്ക് തൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം അത് കാണിച്ചു തരികയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗം ശ്ലോകം 25. സക്താഹ കർമ്മണ്യ അവിദ്വാസ യഥാ കുർവന്തി ഭാരത കുര്യാദ് വിദ്വാൻ തദാസക്തഃ ചികീർഷുർ ലോക സംഗ്രഹം. ശ്ലോകാർത്ഥം: ഹേ ഭാരത, കർമ്മത്തിൽ ബന്ധിതരായിട്ട് അജ്ഞാനികൾ എപ്രകാരം പ്രവർത്തിക്കുന്നുവോ അപ്രകാരം വിദ്വാൻ ലോക നന്മയ്ക്കായിട്ട് ബന്ധിക്കപ്പെടാതെ കർമ്മം അനുഷ്ഠിക്കണം. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഭഗവാൻ ഇതുതന്നെയാണ് അർജുനനോട് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? അല്ലയോ അർജുന, ഇവിടെ ഭാരത എന്ന് വിളിച്ചിരിക്കുന്നത് അർജുനനെയാണ്. അല്ലയോ അർജുന, ലക്ഷ്യനിശ്ചയമില്ലാത്ത വിദ്വാൻമാരല്ലാത്തവർ കർമ്മത്തിൻ്റെ ഫലചിന്തയിൽ തന്നെ സംഘബദ്ധരായി എപ്രകാരമാണോ കർമ്മം ചെയ്യുന്നത്, ജനങ്ങൾക്ക് നേർവഴി കാണിക്കുവാൻ തീരുമാനിച്ച ജ്ഞാനിയും അപ്രകാരം ഫലസംഘം കൂടാതെ കർമ്മം ചെയ്യേണ്ടതാണ്. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ശ്രീകൃഷ്ണൻ പറയുന്നത്. അതായത് നമ്മളെല്ലാവരും ഒരു ചെറിയ കർമ്മം ചെയ്താൽ പോലും ഇത് ചെയ്തതുകൊണ്ട് എനിക്ക് എന്തു പ്രയോജനം, എൻ്റെ കുടുംബത്തിന് എന്തു പ്രയോജനം, ഇങ്ങനെ നോക്കിയിട്ടാണ് ലാഭമില്ലാത്ത ഒരു കാര്യവും നമ്മളാരും ചെയ്യില്ല. ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു എങ്ങനെ കർമ്മം ചെയ്യണമെന്ന്. സാധാരണ വിദ്വാൻമാരല്ലാത്തവർ, അതായത് ശരിയായ ബുദ്ധി ഇല്ലാത്തവർ, അതായത് നമ്മൾ ഈ റോഡിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് മാനസിക രോഗം ബാധിച്ചിരിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ നിരന്തരം ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിലപ്പോൾ അവർ പാട്ട് പാടുന്നത് കേൾക്കാം, ചിലപ്പോൾ അവർ ആരെങ്കിലുമൊക്കെ ചീത്ത വിളിക്കുന്നത് കാണാം, അല്ലെങ്കിൽ ചിലർ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറുതെ ഇങ്ങനെ കുഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പെറുക്കി കളഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. അതായത് സ്ഥിരബുദ്ധി ഇല്ലാത്തവർ. അവരെന്തെങ്കിലും ആഗ്രഹിച്ചിട്ടാണോ അവരങ്ങനെ ചെയ്യുന്നത്? അല്ല. നമ്മൾ നാറാണത്തു ഭ്രാന്തനെ കേട്ടിട്ടുണ്ട് അല്ലേ? നാറാണത്തു ഭ്രാന്തൻ രാവിലെ എന്നും കല്ലുരുട്ടി മലയുടെ മുകളിലേക്ക് കയറ്റും. കുറച്ച് കഴിയുമ്പോൾ അതുരുട്ടി താഴേക്കിടും, എന്നിട്ട് പൊട്ടിച്ചിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരുന്നത്? എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണോ? പക്ഷെ നമ്മൾ ഒരു ബുക്ക് എടുത്ത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കണമെങ്കിൽ പോലും നമ്മളൊരു 10 തവണ ആലോചിക്കും. ഞാൻ ഈ ബുക്ക് എടുത്ത് മാറ്റി വെച്ചത് കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? വെറുതെ വല്ലവരുടെയും വീട്ടിൽ പോയി ബുക്കെടുത്ത് മാറ്റി വെക്കുന്നത് എന്തിന്? ആ സമയത്ത് എൻ്റെ വീട്ടിലെ ബുക്കെടുത്ത് മാറ്റി വെച്ചുകൂടെ? എനിക്കെന്ത് പ്രയോജനം?
ഇങ്ങനെ ചിന്തിക്കാതെ നമ്മൾ ഒരു കാര്യവും ചെയ്യില്ല. ഒരു പബ്ലിക് പ്ലേസിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്തെങ്കിലും കാര്യം വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുമോ? എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കുമോ? ഇല്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യും, നമ്മുടെ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യും. അതായത് അജ്ഞാനികൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, അതുപോലെ ആയിരിക്കണം ഒരു ജ്ഞാനിയും എന്നാണ് പറയുന്നത്. ജ്ഞാനിയെ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആളുകൾ, മറ്റുള്ളവർക്ക് മാതൃക എന്ന നിലയിൽ നിൽക്കുന്ന ആളുകൾ, അവർ ആ അജ്ഞാനികൾ ചെയ്യുന്നത് പോലെ കർമ്മം ചെയ്യണമെന്നാണ് പറയുന്നത്. നിസ്വാർത്ഥമായി കർമ്മം ചെയ്യണം. ഇവിടെ അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറയുന്നുണ്ട്, അല്ലയോ കൃഷ്ണ, ഞാനിങ്ങനെ യുദ്ധം ചെയ്താൽ അത് എനിക്ക് ദോഷമാകും. ഇവിടെ എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയാണ് എന്നോട് യുദ്ധം ചെയ്യാനായി വന്നു നിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ യുദ്ധം ചെയ്താൽ അത് അകീർത്തികരമാകും, എൻ്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കും. അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നില്ല, ഞാൻ കാട്ടിലേക്ക് സന്യസിക്കാനായി പോവുകയാണ് എന്ന് അർജുനൻ പറയുന്നുണ്ട്. അവിടെയും അർജുനൻ സ്വന്തം കാര്യമാണ് നോക്കുന്നത്. കൂടെയുള്ള മറ്റു സഹോദരന്മാരുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ താൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന തൻ്റെ ഭാര്യയുടെ കാര്യങ്ങളോ ആരുടെയും കാര്യങ്ങളെപ്പറ്റി അർജുനൻ അവിടെ ചിന്തിക്കുന്നില്ല. ജനങ്ങളുടെ കാര്യം ചിന്തിക്കുന്നില്ല. തന്നെ വിശ്വസിച്ച് വന്നു നിൽക്കുന്ന ആളുകളുടെ കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല. തനിക്കെന്തെങ്കിലും പറ്റുമോ, ഇതുകൊണ്ട് തനിക്ക് ഗുണമൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, തൻ്റെ കീർത്തിക്ക് ദോഷമുണ്ടാക്കും, അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നില്ല. ഏറ്റവും എളുപ്പമുള്ള കാര്യമാണല്ലോ ഒന്നും ചെയ്യാതെ നാമം ജപിച്ചുകൊണ്ട് സന്യസിക്കുന്നത്. അതുകൊണ്ട് അതങ്ങ് ചെയ്തേക്കാമെന്ന് അർജുനൻ കൃഷ്ണനോട് പറഞ്ഞപ്പോൾ അങ്ങനെയാകരുത് എന്ന് ഇവിടെ കൃഷ്ണൻ പറയുന്നു. അതുപോലെ ഒരു ജ്ഞാനി, ഒരു സാധാരണ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ രാഷ്ട്രീയക്കാരെ കാണുന്നുണ്ടല്ലേ. മുതിർന്ന രാഷ്ട്രീയ നേതാവ് അഴിമതി കാണിച്ചും ജനങ്ങളെ പറ്റിച്ചും കള്ള വാഗ്ദാനങ്ങൾ നൽകിയും സമൂഹത്തിന് ദോഷകരമാകുന്ന കാര്യങ്ങൾ ചെയ്തും ഗുണ്ടായിസം കാണിച്ചും ഒക്കെ ആ നേതാവ് അങ്ങനെ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ താഴെയുള്ള അണികളും എന്തു ചെയ്യും? അത് തന്നെ ചെയ്യും. കാരണം ഇവിടെ അണികൾ ആരെയാണ് കണ്ടുപഠിക്കുന്നത്? നേതാവിനെയാണ് കണ്ടുപഠിക്കുന്നത്, അല്ലേ? അങ്ങനെയാകരുത് എന്നാണ് പറയുന്നത്. അതായത് ഒരു നേതാവ് അല്ലെങ്കിൽ ജ്ഞാനി അങ്ങനെ കർമ്മം ചെയ്താൽ അത് കണ്ടു മറ്റുള്ളവർ പഠിക്കും. പക്ഷേ അയാൾ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്, ശരിയായ മാർഗത്തിലൂടെയാണ് അയാൾ ചലിക്കുന്നത്. തനിക്കെന്ത് ലഭിക്കുമെന്ന് ചിന്തിക്കാതെ അദ്ദേഹം കർമ്മം ചെയ്താൽ അദ്ദേഹത്തിൻ്റെ അണികളും അത് കണ്ട് പഠിക്കും. ഇവിടെ ഭഗവാൻ അതുതന്നെയാണ് പറയുന്നത്. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തിനു വേണ്ടിയിട്ടാണ് തൻ്റെ ഈ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത്? ഭഗവാനല്ലേ കർമ്മം ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല, ഇത്രയും കഷ്ടപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. ഇപ്പം യുദ്ധം ചെയ്യാനായി അർജുനൻ്റെ കൂടെ വന്നിരിക്കുന്നു, അതും തേരാളിയായിട്ട് വന്നിരിക്കുന്നു. അതിനു മുമ്പ് തന്നെ പല സമയങ്ങളിലും ആപത്തുകളിൽ പെടുന്ന ആളുകളെ സഹായിക്കാനായി ഓടി വരുന്നു, യുദ്ധം ചെയ്യുന്നു, ഒരുപാട് ജനങ്ങളെ രക്ഷപ്പെടുത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒന്നും ചെയ്യാതെ അവിടെ ഇരുന്നാൽ പോരെ, ഭഗവാനല്ലേ, അല്ലേ? പക്ഷേ ഭഗവാൻ ഇവിടെ പറയുന്നു, ഞാൻ കർമ്മം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്നെ കണ്ട് മറ്റുള്ളവർ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്നാൽ ഇതാണ് ശരിയെന്ന് കരുതി എൻ്റെ ജനങ്ങളും ഒന്നും ചെയ്യാതെ നാമം ജപിച്ചുകൊണ്ട് വീട്ടിലിരിക്കും. അത് പാടില്ല, ജോലി ചെയ്യണം. ഇവിടെ നിന്റെ ജോലി ഫലമൊന്നും ഇച്ഛിക്കാതെ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. ഫലം ഇച്ഛിച്ചുകൊണ്ട് ചെയ്യരുത്. അതുപോലെ നമ്മളോട് ഓരോരുത്തരോട് ഭഗവാൻ പറയുന്നത്, നമുക്കൊക്കെ ഓരോരോ കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. ഒരു വിദ്യാർത്ഥി പഠിക്കാതെ അധ്യാപകരെ ചീത്ത പറഞ്ഞും അവരെ മുറിക്കകത്തിട്ട് പൂട്ടിയും മുദ്രാവാക്യം വിളിച്ചും അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചും പുസ്തകം തുറന്നു നോക്കാതെയും ഇരുന്നിട്ട് പരീക്ഷ എഴുതിയിട്ട് വന്നിട്ട് പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങ ഉടച്ചതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? എന്നാൽ പഠിക്കുക, ഗുരുക്കന്മാരെ ബഹുമാനിക്കുക, അതിനുശേഷം ഈശ്വരന് പോയി ഒരു തേങ്ങ ഉടച്ചിട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ
നമ്മൾ ചെയ്യേണ്ടുന്ന പകുതി നമ്മൾ ചെയ്തു, ബാക്കി ഈശ്വരൻ ചെയ്തുകൊള്ളും. അതല്ലാതെ മുഴുവനും ഈശ്വരൻ അങ്ങ് ചെയ്യട്ടെ എന്ന് കരുതി മാറിയിരുന്നു കഴിഞ്ഞാൽ ഈശ്വരൻ അതൊന്നും ചെയ്യില്ല. നമുക്ക് പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ, ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായ കർമ്മങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാൾ അധ്യാപകനായിരിക്കാം, മറ്റൊരാൾ പൂജാരി ആയിരിക്കാം, വേറൊരാൾ ഡോക്ടറായിരിക്കാം, വക്കീലായിരിക്കാം, അല്ലേ? പല പല ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യരായിരിക്കാം. ചിലപ്പോൾ നല്ല വീട്ടമ്മയായിരിക്കാം. അവർക്ക് പറഞ്ഞിരിക്കുന്ന ജോലി കൃത്യമായി തിരിച്ചെനിക്കെന്തു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ സത്യസന്ധമായി ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ലഭിക്കും. ഇവിടെ ഒരു അജ്ഞാനി എങ്ങനെയാണോ കർമ്മം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബുദ്ധിസ്ഥിരതയില്ലാത്തവൻ എങ്ങനെയാണോ കർമ്മം ചെയ്യുന്നത്, അവൻ ഒന്നും പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഓരോരുത്തരും ചെയ്യുക എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നു. എല്ലാവർക്കും ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് പകർത്തുക. ഇനി ഭഗവത്ഗീതയുടെ അടുത്ത ക്ലാസ് അടുത്ത വ്യാഴാഴ്ച രാത്രി 8 മണിക്ക്. എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക, മാധവത്തിൻ്റെ കൂടെ എന്നും ഉണ്ടായിരിക്കുക. ഹരേ കൃഷ്ണ.